മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പി.എ. ജബ്ബാർ ഹാജിയും വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ.പി. സ്മിജിയും സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മെമ്പർ മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജബ്ബാർ ഹാജി തിരഞ്ഞെടുക്കപ്പെട്ടതായി അരീക്കോട് ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയാണ് പുതിയ പ്രസിഡന്റായ പി.എ. ജബ്ബാർ ഹാജി. കൗൺസിൽ ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പ് യോഗത്തിൽ വെട്ടം ആലിക്കോയ ജബ്ബാർ ഹാജിയുടെ പേര് നിർദ്ദേശിക്കുകയും എൻ.എ. കരീം അതിനെ പിന്താങ്ങുകയും ചെയ്തു. കളക്ടറുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായത്. അംഗങ്ങൾ ശുപാർശ ചെയ്യാത്തതിനാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എ.പി. സ്മിജി ഉച്ചയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ.പി. സ്മിജി വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു. താനാളൂർ ഡിവിഷനിൽ നിന്നുള്ള അംഗമായ സ്മിജിക്ക് പ്രസിഡന്റ് പി.എ. ജബ്ബാർ ഹാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് എ.പി. സ്മിജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്മിജിയുടെ പേര് കെ.ടി. അഷ്റഫ് നിർദ്ദേശിക്കുകയും ആലിപ്പറ്റ ജമീല പിന്താങ്ങുകയും ചെയ്തു. ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി, എം.എൽ.എമാരായ കെ.പി.എ. മജീദ്, പി. അബ്ദുൽ ഹമീദ്, യു.എ. ലത്തീഫ്, പി. ഉബൈദുള്ള, ടി.വി. ഇബ്രാഹിം എന്നിവരും മുൻ എം.എൽ.എ. കെ.എൻ.എ. ഖാദർ, മുൻ പ്രസിഡന്റ് എം.കെ. റഫീഖ, മുൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ച് ആശംസകൾ നേർന്നു. CCN മലപ്പുറം.